ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDF-ൽ പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21-ന്. ഭാവിയിൽ പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ 5 രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്. ഊർജ്ജ മേഖലയിലെ സഹകരണം സംബന്ധിച്ച നിർണായക ചർച്ചകളായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ നടക്കുക. സമഗ്ര നയതന്ത്ര പങ്കാളിത്തം സംബന്ധിച്ച ചർച്ചകളും ഇരുവർക്കുമിടയിൽ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്താണ് UAE എന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. തുടർന്ന് അദ്ദേഹം സ്വീഡനും നോർവേയും ഇറ്റലിയും സന്ദർശിച്ച് രാഷ്ട്രമേധാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളാണ് നടക്കുന്നത്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം VD സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ അദ്ദേഹം മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന UDF നേതാക്കളെയും നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിന് ശേഷം VD സതീശൻ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21-ന് നടക്കും. മെയ് 3-ന് നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക. 21 जून को री एग्जामिनेशन की डेट घोषणा की है. हमारी सर्वोपरि प्राथमिकता है छात्रों की भविष्य, उनकी परिश्रम के प्रति संवेदनशीलता सरकार की सदैव है. പരീക്ഷയിലെ ക്രമക്കേടുകൾ തടയുന്നതിനായി NTA നടപടികൾ സ്വീകരിക്കണമെന്നും പരീക്ഷാ തട്ടിപ്പിലൂടെ അർഹരായ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുന്നത് തടയണമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പൂനെ സ്വദേശികളായ 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതി 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ 2ാം ദിവസമായ ഇന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സമ്പദ്ഘടനയിൽ അടിയന്തര പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്നും വളർന്നുവരുന്ന വിപണികളുടെയും വികസ്വര രാജ്യങ്ങളുടെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബഹുരാഷ്ട്ര സംവിധാനത്തിനായി ഇന്ത്യ നിരന്തരം വാദിക്കുന്നുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. കൂടുതൽ ജനാധിപത്യപരവും പ്രാതിനിധ്യമുള്ളതുമായ അന്താരാഷ്ട്ര ക്രമം രൂപപ്പെടുത്താൻ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉഭയകക്ഷി താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിലും ഇരുവരും അഭിപ്രായം പങ്കുവച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തതിന് അബ്ബാസ് അരാക്ചിക്ക് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. സ്വർണ്ണാഭരണ കയറ്റുമതിക്കായി നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം കൊണ്ടുവരാവുന്ന സ്വർണത്തിന് 100 കിലോഗ്രാം പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് പ്രകാരം ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തനശേഷി DGFT നേരിട്ട് പരിശോധിക്കും. നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ വീണ്ടും സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കും. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാഫലം ഓൺലൈനായി പരിശോധിക്കാം. നമ്മുടെ കേരളം, സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ, result.kerala.gov.in, prd.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയും പരീക്ഷാഫലം ലഭ്യമാക്കും. 4,17,000-ലധികം വിദ്യാർത്ഥികളാണ് ഇക്കുറി SSLC പരീക്ഷ എഴുതിയത്. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും കഴിഞ്ഞ 36 മണിക്കൂറിനിടെ 111 മരണം റിപ്പോർട്ട് ചെയ്തു. 200ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോജി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നീ ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 285 പോയിന്റ് ഉയർന്ന് 75,684-ലും നിഫ്റ്റി 91 പോയിന്റ് നേട്ടത്തിൽ 23,781-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,640 രൂപ താഴ്ന്ന് 1,17,400 രൂപയും ഗ്രാമിന് 14,675 രൂപയുമാണ് ഇന്നത്തെ വില. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ ഇറാന്റെ സൈനിക ശേഷി തീർത്തും ദുർബലമാക്കിയതായി അമേരിക്ക. US സെനറ്റ് ഹിയറിംഗിൽ അഡ്മിറൽ ചാൾസ് കൂപ്പറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൈനിക ആക്രമണങ്ങളിലൂടെ ഇറാന്റെ മിസൈൽ ട്രോൺ നാവികശേഷിയുടെ 90% തകർക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ഇന്നലെ നടത്തിയ മിസൈൽ ട്രോൺ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 21 പേർ കൊല്ലപ്പെട്ടു. 45 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റഷ്യ തൊടുത്തുവിട്ട 600-ലേറെ ട്രോണുകളും 50ഓളം മിസൈലുകളും യുക്രൈൻ തടഞ്ഞെങ്കിലും ചിലത് ജനവാസ മേഖലകളിൽ പതിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDF-ൽ പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21-ന്. ഭാവിയിൽ പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.